ഓൾ വെൽക്കം ടു ഈസി ലേൺ. നമ്മളെല്ലാവരും ഈ വർഷത്തെ CUT PG 2025 അപ്ലൈ ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ. ഏകദേശം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എക്സാം വരാനിരിക്കുകയാണ്. സോ ആ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ എത്തി എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട, ഇവാലുവേഷൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ പല ആൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, എവിടെ നിന്ന് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എപ്പം പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെ ഒട്ടനവധി ഡൗട്ട്സുകളും ഒരുപാട് ഒരുപാട് ആശങ്കകളൊക്കെ ഉള്ള സമയമായിരിക്കും. സോ ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈസി ലേൺ എത്തുന്നത്. സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ പഠിക്കണം, CUT PG 2025 കോമൺ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ നമുക്ക് പോയാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് CUT പ്രിപ്പറേഷനിലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ. കഴിഞ്ഞ 8-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷന്റെ. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇനി പല ആളുകളും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. സോ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും CUT PG 2025 അപ്ലൈ ചെയ്ത് പ്രിപ്പറേഷന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അതിലേക്ക് ഷെയർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. വെൻ സ്റ്റാർട്ട്, എവിടെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. നമുക്ക് ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു, കുറെ വർഷങ്ങളായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. പല സമയത്ത് പല പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ, പല ടൈപ്പ് ഓഫ് രീതിയിൽ പല ടൈപ്പിൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ കുറെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും, ചില ആളുകൾ ഇതിൽ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇനി തുടങ്ങാനുള്ള സമയം എപ്പോഴാണ്? ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം, അല്ലെങ്കിൽ നല്ലതല്ല, ഇപ്പോഴാണ് തുടങ്ങേണ്ട സമയം. കാരണം അപ്ലിക്കേഷൻ കൊടുത്തു, നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. അറൌണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു 1 മന്തിന്റെ അടുത്ത് മാത്രമേ നമുക്ക് സമയങ്ങളുള്ളൂ. സോ ഇതാണ് നിങ്ങളുടെ സമയം. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാരണം എക്സാം ഡേറ്റ് ഒന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ സബ്ജക്ട് ഇപ്പം നമുക്ക് ഓരോ സബ്ജക്റ്റുകളായിരിക്കും. ഏതായാലും ആ ഒരു സബ്ജക്റ്റുകളുടെ ദിവസങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ, അതായത് 30 മുതൽ ഒരു 30 ദിവസം മുതൽ 30+ ഡേയ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇനി എക്സാമിന് അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ. അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന സംഭവമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദെൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ ഏതൊരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ പക്കയായിരിക്കും. പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിലബസ് ആണ്. ഇപ്പൊ NTA നമുക്ക് ഓരോ സബ്ജക്റ്റിനും ആനുപാതികമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസുകൾ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടാവുന്ന മറ്റൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പൊ CUT എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 മുതലാണ് ഇപ്പോൾ കാണുന്ന CUT സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേ CUT ആയിരുന്നു. ഇപ്പൊ CUT എന്ന് പറയുന്നത് CUT എന്ന് പറയുന്ന ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് 2022 അത് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾ കളക്ട് ചെയ്യുക. ദെൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, വർക്ക്ഔട്ടുകൾ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളാവാം, അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ NTA സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ, വർക്ക്ഔട്ടുകൾ ഇപ്പൊ നിങ്ങൾ ജനറൽ പേപ്പറിനോ അല്ലെങ്കിൽ MBA ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ഒരു ദിവസം പഠിച്ചു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടോ നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്താവണം, അത് കൃത്യമായ ദിവസങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. ഓരോ ദിവസങ്ങളും സമയം നമ്മൾ അതിനെടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യും. കുറെ ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യും. ദെൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സംഭവം നമ്മൾ റിവിഷൻ ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ചില ആളുകൾ ഒരു വർഷമായിട്ട് പ്രിപ്പറേഷനിലുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഒരുപാട് കോൺസെപ്റ്റുകൾ, ഒരുപാട് തിയറീസുകൾ, ഒരുപാട് ഫാക്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളെ ഈ ചെറിയൊരു കുഞ്ഞു ബുദ്ധിയിൽ ഒരുപാട് കാലം നിൽക്കും. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് 2 വീക്സ് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. ഒരു പ്രിപ്പറേഷൻ ചാർട്ട്, ഒരു റിവിഷൻ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതുവരെ പഠിച്ച സംഭവം പുതിയതൊന്നും ഇനി പഠിക്കാണ്ടിരിക്കുക. ഈ ലാസ്റ്റ് 2 വീക്സിൽ നമ്മൾ പുതിയതൊന്നും പഠിക്കാണ്ട് ഇതുവരെ എന്തെല്ലാം പഠിച്ചു അത് കൃത്യമായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് എവിടുന്ന് തുടക്കം, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും ചിലർക്ക്, എവിടുന്ന് തുടങ്ങുന്നത്. സോ നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ.
അല്ലെ? ഒരു 1 മന്ത് അതിൽ തന്നെ നമുക്ക് പല 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 ബിസികളും ഉണ്ടാവും. നമുക്ക് നമ്മൾ പഠിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഏറ്റവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സിലബസുകളിൽ നിന്ന് പഠിച്ച് ക്വസ്റ്റ്യനിലോട്ട് പോകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ച് സിലബസിലോട്ട് വരാം. ഈ ഒരു ചുരുങ്ങിയ പീരീഡിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡ്, ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഏതെങ്കിലും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ 75 ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാം നമുക്ക്. ആ 75 ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും അതിന്റെ ഇൻഡെപ്തിലൂടെ അതിന്റെ ആൻസറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് എന്താ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.